നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ബിഗ് ടെക് കമ്പനീസ് അതിപ്പോ ഗൂഗിള് ആമസോൺ മെറ്റ ഇവരുടെയൊക്കെ വേഷൻ കൺട്രോൾ സ്ട്രാറ്റജീനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഇന്ന് ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുപോലുള്ള കമ്പനീസ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു പുതിയ ഫീച്ചർ ഏറ്റവും സേഫ് ആയിട്ട് അവരുടെ പ്രൊഡക്ഷൻ എൻവറോൺമെന്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക് ഇതാണ്. ഇതുപോലുള്ള ബിഗ് കമ്പനീസ് എങ്ങനെയാണ് അവരുടെ ആപ്ലിക്കേഷൻ അവരുടെ ഒരു പ്രൊഡക്ഷൻ എൻവറോൺമെന്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള കമ്പനീസിന് മസ്റ്റ് ആയിട്ടും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. കാരണം അവരുടെ യൂസേഴ്സ് അത്രയും ഹയർ ആയിരിക്കും അല്ലേ. സോ അവർക്ക് സീറോ ഡൗൺ ടൈമിൽ ഏറ്റവും റിലയബിൾ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് കവർ ചെയ്യും കേട്ടോ. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു BA ആണ്, എനിക്കിത് അറിയണ്ട എന്ന് വിചാരിച്ചാൽ ആ ഒരു വിചാരമേ തെറ്റാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ കമ്പനീസിനും അവരൊരു പ്രീമിയം സാലറി ഓഫർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഡെവലപ്പേഴ്സിന്റെ കേസിൽ അവര് ഇപ്പം നിങ്ങളൊരു എക്സലന്റ് ആയിട്ടുള്ള ഡെവലപ്പർ ആണെങ്കിൽ കൂടി ഈ ഒരു പ്രൊഡക്ഷൻ എൻവറോൺമെന്റിനെ പറ്റിയും ഡെവോപ്സിനെ പറ്റിയും ഈ ഒരു CI/CD പൈപ്പ്ലൈനെ കുറിച്ചും കൂടെ നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടെങ്കിൽ അവര് നിങ്ങൾ എടുക്കാനും അതുപോലെ അതിനനുസരിച്ചുള്ള സാലറി തരാനും റെഡി ആയിരിക്കും കേട്ടോ. സോ നിങ്ങളൊരു ജൂനിയർ ഡെവലപ്പർ ആണ്, സീനിയർ ഡെവലപ്പർ ആകാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവോപ്സിലും അല്ലെങ്കിൽ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിംഗിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ പറയാം. ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഫേസ് പ്ലാനിങ് ഫേസ് ആണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറുമായിട്ട് കോൺടാക്ട് ഉള്ളത് എപ്പോഴും പ്രോഡക്റ്റ് ഓണേഴ്സിനും ബിസിനസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ആയിരിക്കും അല്ലെ നമ്മുടെ കമ്പനീസിൽ. അപ്പോൾ ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു പുതിയ റിക്വയർമെന്റ് വരുമ്പം അവർ പ്ലാനിങ്ങിന് മുന്നേ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വൺസ് ഞാൻ ഓൾറെഡി സ്ക്രമ്മിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിങ് ഫേസിൽ നിന്നാണ്. അതായത് ആ ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങളൊരു അജൈൽ ഫ്രെയിം വർക്ക് ഒക്കെയാണ് അല്ല ആ ഒരു ഇതിലാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് ആയിരിക്കും ഒരു സ്പ്രിന്റ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പ്ലാനിങ് ഫേസിൽ ഓരോ റിക്വയർമെന്റും അല്ലെങ്കിൽ ഓരോ പുതിയ ഫീച്ചറും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അത് ഈ ഒരു പ്രോഡക്റ്റ് മാനേജേഴ്സിന്റെ കയ്യിലുള്ള റിക്വയർമെന്റിന്റെ അനാലിസിസും ഒരു ആർക്കിടെക്ട് ഡിസൈനും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിസ്കഷൻ വരുന്നത്. അപ്പം ഒരു എൻറ്റയർ ടീമിന് ഈ ഒരു റിക്വയർമെന്റ് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു ബിഗർ ടാസ്കിനെ സ്മോളർ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനെ ഓരോന്നിനെയും നമ്മുടെ യൂസർ സ്റ്റോറീസ്, എപ്പിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതും അല്ലെങ്കിൽ ഇപ്പൊ ടിക്കറ്റ്സ് എന്ന് പറയും. ഈ ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂള്, അതിപ്പോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ചിലർ ട്രെല്ലോ ആയിരിക്കും, ജിറ ആയിരിക്കും കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് അസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലുവൻസിലേക്ക് നമ്മുടെ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്ലാനിങ് ഫേസ് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് പ്ലാനിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പ്ലാനിങ്ങും സ്ക്രമ്മും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാനിങ് ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫേസ് ഡെവലപ്മെന്റ് ഫേസ് ആണ്. അതായത് ഡെവലപ്പേഴ്സ് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടിക്കറ്റ്സ് പിക്ക് ചെയ്തിട്ട് അവര് കോഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. വൺസ് ഈ കോഡ് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അവര് ഈ ഒരു ലോക്കലി അവരുടെ ഡെവലപ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതായത് അത് എല്ലാ പെർസ്പെക്റ്റീവ് നിന്നും അതിപ്പം ഓരോ ടെസ്റ്ററും ഇപ്പൊ നമ്മുടെ ഓരോ വർക്കിനും ആ ഒരു പ്ലാനിങ്ങിന്റെ ടൈമിൽ അതിന് ടെസ്റ്ററിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡെവലപ്മെന്റിന് പാരലൽ ആയിട്ട് ടെസ്റ്റ് കേസും അവർ എഴുതും. അത് കമ്പനികൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ചില കേസിൽ എന്താ പറയുക, ഇവര് തന്നെയാണ് എഴുതുന്നത് ടെസ്റ്റ് കേസ്, ഡെവലപ്പേഴ്സ് തന്നെ ടെസ്റ്റ് കേസ് എഴുതും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഡെവലപ്മെന്റിന്റെ എൻഡിൽ ഈ ടെസ്റ്റ് സ്യൂട്ട് റൺ ചെയ്യും. ടെസ്റ്റ് സ്യൂട്ട് റൺ ചെയ്ത് ഓക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് അവർക്ക് മെയിൻ റെപ്പോസിറ്ററിയിലേക്ക് നമുക്കിത് പുഷ് ചെയ്യാം. പക്ഷെ ഇവിടെയാണ് മൂന്നാമത്തെ ഫേസ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കോഡ് ഇപ്പൊ നിങ്ങളുടെ മെയിൻ റെപ്പോസിറ്ററി, ഇപ്പോ ഗിറ്റ് ഹബ് ആണോ ഏതാണോ നിങ്ങളുടെ റിമോട്ട് റെപ്പോ ഉള്ളത്, അതിലേക്ക് ഇപ്പൊ നമുക്ക് ഗിറ്റ് ഹബോ ഗിറ്റ് ലാബോ അതും അല്ലെങ്കിൽ ബിഗ് ബക്കറ്റോ ഇതിലേതെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ആമസോൺ ഒക്കെ ആണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പർ സിസ്റ്റം ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രീവിയസ് വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ഡെവലപ്പേഴ്സ് അവരുടെ ഒരു വർക്ക് മെയിൻ റെപ്പോയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് മെർജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതായത് ഇവര് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലേറ്റസ്റ്റ് കോഡെല്ലാം പുള്ളി ചെയ്തെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫീച്ചർ ബ്രാഞ്ച്
ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫീച്ചർ ബ്രാഞ്ചിലേക്കായിരിക്കും കോഡ് പുഷ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ച് മാറും. ഒന്നെങ്കിൽ ഇവര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് റിവ്യൂവർ, അതിപ്പോ നിങ്ങളുടെ കമ്പനിയിലെ സീനിയർ ഡെവലപ്പേഴ്സ് ആയിരിക്കും. അവര് പുൾ റിക്വസ്റ്റ് ഇടും നിങ്ങളുടെ ഈ ഒരു ബ്രാഞ്ചിന്. ചിലപ്പോൾ നമ്മൾ ഡെവലപ്പർ തന്നെയായിരിക്കും ഈ ഒരു പുൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ മെർജ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കോഡ് റിവ്യൂവർ ഈ കോഡ് കോഡ് റിവ്യൂ ചെയ്യും. അതായത് എല്ലാ ടൈപ്പിലും, അതായത് ഇവര് കോഡ് റിവ്യൂവർ ആയിരിക്കും കൂടുതലും SD എഴുതുന്നവര്, അതായത് സൊല്യൂഷൻ ഡിസൈൻ ഡെവലപ്പറിന് കൊടുക്കുന്നത് ഈ കോഡ് റിവ്യൂവർ ആയിരിക്കും. അപ്പൊ റിവ്യൂവറിന് കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിലും നമ്മൾ പ്ലാനിങ്ങില് എൻ്റെ ടീമിന് BA നമുക്ക് ഈ ഒരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് അവരുടെ SD-നെയും അതുപോലെ തന്നെ അവരുടെ അനാലിസിസിനെയും ഒക്കെ വെച്ചിട്ട് ഈ ഒരു കോഡ് റിവ്യൂ ചെയ്യും. അതിപ്പം എന്താ പറയാ, അതിന്റെ ജസ്റ്റ് ഫീച്ചേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ കോഡിന്റെ ക്ലാരിറ്റി, അതായത് ക്ലീൻ കോഡാണോ, അതിന്റെ സിൻടാക്സ് വൈസും എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. കാരണം ലേറ്ററും ഈ കോഡിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ബഗ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഫിക്സ് ചെയ്യണമല്ലോ. അപ്പൊ ഒരു നമ്മുടെ എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എറർ ഫ്രീ കോഡ് ആയിരിക്കണം കസ്റ്റമർ സൈറ്റിലേക്ക് എത്തിക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പുഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ കോഡ് ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മെയിൻ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുൾ റിക്വസ്റ്റിന് അപ്രൂവ് ചെയ്യും. അതിന് വേറൊരു റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം വലിയ വലിയ കമ്പനീസിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള CI/CD പൈപ്പ് ലൈൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഗിറ്റ് ഹബിന്റെ കേസ് ആണെങ്കിൽ ഗിറ്റ് ഹബ് ആക്ഷൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗിറ്റ്ലാബ് CI യൂസ് ചെയ്തിട്ട്, ജെങ്കിൻസ് ടൂൾ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു CI/CD പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമർജ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ് ഈ ഒരു പ്രോസസ്സ് നടക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു കസ്റ്റമറിന്റെ ക്യൂബർനെറ്റീസ് ക്ലസ്റ്ററിലേക്ക് അല്ലെങ്കിൽ AWS ക്ലൗഡിലേക്കല്ല ഈ ഒരു പുഷ് മെർജ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം CI/CD-നെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം CI/CD പൈപ്പ് ലൈൻസിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഗിറ്റ് ഹബ് ആക്ഷൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അഗെയിൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം ചിലര് ഇനി കമ്പനിക്ക് അനുസരിച്ച് വേറെയും കൊണ്ട്, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ജെങ്കിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പൈപ്പ് ലൈൻ ഓൾറെഡി ബിൽഡും അതുപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഇവിടെ ടെസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഈ പൈപ്പ് ലൈനിൽ ഏതെങ്കിലും ഒരു ഫേസിൽ ഇപ്പം ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു റണ്ണിങ്ങോട് സ്റ്റോപ്പ് ആവും. അതായത് ഡിപ്ലോയ് പ്രോസസ്സ് നടക്കൂല, റൺ അവിടെ നിൽക്കും. എന്നിട്ട് പൈപ്പ് ലൈൻ അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ എഗെയിൻ ഡെവലപ്പറിന് അതൊരു നോട്ടിഫിക്കേഷൻ മെയിൽ ത്രൂ പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഇതാണ് പൈപ്പ് ലൈനിന്റെ ബെനിഫിറ്റ്. അതാണ് എല്ലാം മെയിൽ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷന്റെ ആവശ്യമില്ല. ഫിക്സ് ചെയ്തിട്ടേ പിന്നെ നമുക്ക് ഫർദർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ഇപ്പം ഡോക്കർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആർട്ടിഫാക്ട് ക്രിയേറ്റ് ചെയ്യും അടുത്ത സ്റ്റെപ്പായിട്ട്. അതായത് ഇപ്പൊ ഡോക്കർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് പാക്കേജ് അല്ലെങ്കിൽ നോർമൽ ഡിപ്ലോയ്മെന്റ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്ഷൻ സെർവറിലേക്കല്ല ഇത് പുഷ് ചെയ്ത് പോകുന്നത്. അതിന് പകരം നിങ്ങൾക്കൊരു പ്രോപ്പർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ഉണ്ടാവും. അതായത് ഇത് മെർജ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെവലപ്മെന്റ് ബ്രാഞ്ചിലേക്കായിരിക്കും. അവിടെ നിങ്ങളുടെ ടെസ്റ്റേഴ്സ് തറവായിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യും. കസ്റ്റമറിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് അവരായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ് ഈ ഒരു ടെസ്റ്റ് കേസും എഴുതിയിട്ടുണ്ടാവുക. ഈ ഒരു ഫീച്ചർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഇത് കൊണ്ടുവന്ന ഇമ്പാക്ട്, അതായത് ഇത് നമ്മുടെ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് എൻഷുർ ചെയ്യണം. കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന റിക്വയർമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇനി സെക്യൂരിറ്റി വൈസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് ഡെവലപ്പേഴ്സും എൻഷുർ ചെയ്യും കേട്ടോ. സെക്യൂരിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ഇനി വൺസ് ഈ ഒരു ഡെവലപ്മെന്റ് ബ്രാഞ്ചിലെ ഈ ഒരു ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് സ്റ്റേജിങ് സെർവറിലേക്ക് ഇത് മെർജ് ചെയ്യും. അത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എൻവറോൺമെന്റിന് സിമിലർ ആയിരിക്കും. അതായത് ഒരു കസ്റ്റമറിന്റെ ആക്ച്വൽ അവർ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്ഷൻ ഡാറ്റ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആയിരിക്കും ലോഡ് ടെസ്റ്റ്, അതായത് പെർഫോമൻസ് ടെസ്റ്റ്, ഇന്റഗ്രേഷൻ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഫേസും ഇത് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ആക്ച്വൽ കസ്റ്റമറിന്റെ സൈഡിലേക്ക്, അതായത് പ്രൊഡക്ഷൻ സെർവറിലേക്ക് നമ്മൾ ഇത് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്ലോയ്മെന്റ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല കേട്ടോ. ഇവിടെ മോണിറ്ററിങ്ങിന്റെ തുടക്കം എന്നാണ് പറയുന്നത്.
അതായത് ബിഗ് കമ്പനീസ് ആ ഒരു ടീമിനെ ഒബ്സർവബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് മോണിറ്ററിംഗ് ടൂൾസ്, ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു മെട്രിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംതിയസ് ടൂൾ യൂസ് ചെയ്യും. ഇതൊരു ടൈം സീരീസ് ഡാറ്റാബേസ് ആണ്. ഇത് ഓപ്പൺ സോഴ്സ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് കേട്ടോ. അതായത് ഇപ്പൊ മെട്രിക്സ് എന്ന് പറയുമ്പോൾ സി പി യുവിന്റെ യൂസേജ്, മെമ്മറി കൺസംഷൻ, RPS, റിക്വസ്റ്റ് പെർ സെക്കൻഡ്, എറർ റേറ്റ്, ലേറ്റൻസി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊരു കംപ്ലീറ്റ് ന്യൂമറിക് ഡാറ്റ തരും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യാം, അതായത് അലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ 80% എബവ് CP യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഫീച്ചറിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അത് നമുക്ക് അവിടെ ഒരു അലേർട്ട് സെറ്റ് ചെയ്യാം അല്ലെ. പിന്നെ അലേർട്ട്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സിനെ യൂസ് ചെയ്യാം. പിന്നെ ലോഗിങ്ങിന് വേണ്ടിയിട്ട് അവര് ELK സ്റ്റാക്ക്, ഇത് തന്നെ ആവണമെന്നില്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ELK സ്റ്റാക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ട്രേസിങ്ങിന് വേണ്ടിയിട്ട് ജാഗർ യൂസ് ചെയ്യാം. അപ്പൊ മോണിറ്ററിംഗിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഇഷ്യൂ എന്തുകൊണ്ട് എവിടെ സംഭവിച്ചു എന്ന് ഇത് നമുക്ക് തരും. അതിന് നമ്മൾ ഒബ്സർവബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം തന്നെ റോൾ ബാക്ക് ചെയ്യും. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ബിഗ് കമ്പനീസ് അവരുടെ ഒരു കോഡ് ഏറ്റവും സേഫ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. ഏറ്റവും കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്, ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് ആൻഡ് ഫൈനലി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും. അപ്പൊ ഒരു സീനിയർ എഞ്ചിനീയറിംഗ് റോളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റും കൂടെ നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന്റെ ആ ഒരു ടെക് നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്